ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു NRI ട്രേഡർ മലയാളം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിയാണ്, ഒരു ബ്യൂട്ടിഫുൾ സ്ട്രാറ്റജി, നല്ലൊരു ടെക്നിക്കൽ പാറ്റേൺ. ഈ രണ്ടും നമ്മൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാ സ്ട്രാറ്റജികളും, ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടുള്ള എല്ലാ സ്ട്രാറ്റജികളും റൂൾസ് ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജികളാണ്. ഈ സ്ട്രാറ്റജിക്കും ഒരു റൂളുണ്ട്. ആ റൂൾസൊക്കെ എന്താണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ പാറ്റേൺ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പാറ്റേൺ നിങ്ങൾ എന്നൊക്കെ കാണുന്നുണ്ടോ അപ്പോഴൊക്കെ ആ സ്റ്റോക്കിനെ ഒരു പുതിയ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് എന്നാണോ നമ്മുടെ ഈ റൂൾസൊക്കെ മാച്ച് ആവുന്നത്, ഓക്കെ, അന്ന് മാത്രം നമ്മൾ അതിനകത്തേക്ക് എൻട്രി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ആ റൂൾസ് മാച്ച് ആയില്ലെങ്കിലോ നമ്മൾ എൻട്രി എടുക്കില്ല, നമ്മൾ അടുത്ത സ്റ്റോക്കിലേക്ക് പോകും. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി ക്ലിയർ. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഞാൻ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇക്വിറ്റി അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പൈസ കളയുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട് മാർക്കറ്റിൽ. ഇൻട്രാഡേ, F&O തുടങ്ങിയിട്ടുള്ള ഡെറിവേറ്റീവ് ട്രേഡിങ്സ് എല്ലാം നമ്മുടെ പൈസ പോകുന്ന സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് നിങ്ങൾ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, യുവർ മണി വിൽ ബി സേവ്ഡ്. നിങ്ങൾ തെറ്റായ കാര്യങ്ങളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പൈസ പോകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ശരിയായിട്ടുള്ള കാര്യം എന്താണ്? സ്വിംഗ് ട്രേഡിംഗ് മാത്രമാണ്. സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മൾ നല്ല കമ്പനികളെ കണ്ടുപിടിച്ച് കറക്റ്റായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള എൻട്രിയിൽ അതിനെ എൻട്രി എടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ടാർഗറ്റിൽ അതിനെ സെല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഗ്രീഡിൽ നിൽക്കാതിരിക്കുക. നമുക്കൊരിക്കലും അത്യാഗ്രഹം ഉണ്ടാവരുത്. എപ്പോഴാണോ നമ്മുടെ ടെക്നിക്കൽ ടാർഗറ്റ് അച്ചീവ് ആകുന്നത്, നോ മാറ്റർ എത്ര നല്ല സ്റ്റോക്ക് ആണെങ്കിലും അതിനകത്ത് നമ്മൾ എക്സിറ്റായി ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള എൻട്രി എക്സിറ്റ് പ്ലാനോട് കൂടി മാത്രം നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ബേസിക്കലി നമ്മളൊരു ബസ്സിൽ കയറി ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇറങ്ങേണ്ട സ്ഥലം നമുക്ക് കൃത്യമായിട്ട് അറിയാം, അല്ലേ? കയറേണ്ട സ്ഥലവും അറിയാം. അപ്പോൾ നമ്മൾ കയറേണ്ട സ്ഥലത്ത് കയറുന്നു, എന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു, കൃത്യമായിട്ട് പറയുന്നു എനിക്കിവിടെ ഇറങ്ങണം എന്നുള്ള കാര്യം പറയുന്നു, അങ്ങോട്ടുള്ള ടിക്കറ്റ് നമ്മൾ എടുക്കുന്നു. ആ പോയിന്റിൽ എത്തുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അതിന് മുമ്പ് നമ്മൾ ഇറങ്ങുമോ? ഇല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമോ? ഇല്ല. സോ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിലും അത് തന്നെയാണ്. നമ്മൾ ഒരു സ്റ്റോക്കിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിയണം നമ്മൾ എവിടെ ഇറങ്ങണം എന്നുള്ള കാര്യം. അല്ലാതെ എവിടേക്കാണോ ആ ബസ് പോകുന്നത് അവിടെ പോയിട്ട് ഇറങ്ങുക എന്നിട്ട് തിരിച്ചു വരിക എന്നുള്ള കേസൊന്നും ഇവിടെ ഇല്ല, റൈറ്റ്? അപ്പോൾ ഈ രീതിയിൽ, ഈ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ ഈ ചെറിയൊരു എഫേർട്ട് കൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അതിന് നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒരു സിമ്പിൾ താങ്ക് യു മെസ്സേജ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതേപോലെ തന്നെ ഈ വീഡിയോ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും നിങ്ങൾ മറക്കരുത്. പ്ലസ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കാതിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് കൂടുമ്പോൾ ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് യൂട്യൂബ് തന്നെ എത്തിക്കും. അതാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് വേണ്ട ഒരു സഹായം എന്ന് പറയുന്നത്. മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. സോ ഇന്നത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള എൻട്രി എക്സിറ്റ് പോയിന്റോട് കൂടിയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കാം, എല്ലാ കാര്യങ്ങളും പഠിക്കാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് യുവർ ടൈം, ലെറ്റ്സ് ഗോ ടു ദ സ്ട്രാറ്റജി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഈ സ്ട്രാറ്റജി പ്ലസ് ദിസ് ടെക്നിക്കൽ പാറ്റേൺ, ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ ഒരു പാറ്റേൺ ആണ്. ഓക്കെ, വളരെ ഫാസ്റ്റായിട്ട് പ്രോഫിറ്റ് ബുക്ക് ആവുന്ന, അതേപോലെ തന്നെ വളരെ ചെറിയ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ 2%, 3% ഈ ടൈപ്പിലുള്ള വളരെ ഫാസ്റ്റായിട്ട് പ്രോഫിറ്റ് ബുക്കാവും ബേസ്ഡ് അപ്പോൺ ദ ടാർഗറ്റ്. 2 അല്ലെങ്കിൽ 3% എന്ന് ഞാൻ പറയുന്നത് എല്ലാ കേസിലും അല്ല, ചിലതിൽ കൂടുതലുണ്ടാവും. 13-14% ഒക്കെ കിട്ടിയ സമയങ്ങളും ഉണ്ട് എനിക്ക്. അപ്പോൾ ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പനീസ് പെർഫോമൻസ് ഓൾസോ. ബട്ട് ഈ ഒരു പാറ്റേണിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ആവുന്നതാണ് ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പാറ്റേൺ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് എന്താണ് നമ്മൾ എപ്പോഴും പഠിക്കൽ, ആക്ച്വലി ഏത് സ്ട്രാറ്റജി ആയിക്കോട്ടെ അതിനൊക്കെ ഒരു റൂൾസ് ഉണ്ടാവും, അല്ലേ? ആ റൂൾസാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ, നിങ്ങളുടെ ട്രേഡിംഗ് ജേർണലിലോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലോ നിങ്ങൾ എഴുതിക്കോളൂ. റൂൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എനി സ്ട്രാറ്റജി, അല്ലേ? ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു റൂൾസിനെയാണ് നമ്മളിനി ഇവിടുന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ റൂൾസ് ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പാറ്റേണിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ്? W പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ W പാറ്റേണിനെ കുറിച്ചിട്ട് പല പല ടൈപ്പിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അത് ബുക്സ് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്നത്, റൈറ്റ്? അപ്പം എനിക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ്
ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നല്ല രീതിയിൽ. അതാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ W പാറ്റേൺ സ്ട്രാറ്റജി. സോ റൂൾസ് ടു ഫോളോ. ഓക്കെ, ഒന്നാമത്തെ റൂൾ എന്താണ്? യൂസ് ഡെയിലി ടൈം ഫ്രെയിം. നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂവിൽ വരുമ്പോൾ അവിടെ ഡെയിലി ടൈം ഫ്രെയിം മാത്രം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, രണ്ടാമത്തെ എന്താണ് റൂള്? ഈ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ കാര്യം ഞാൻ എല്ലാ സ്ട്രാറ്റജി ഇതുവരെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള സ്ട്രാറ്റജികളൊക്കെ, ഞാൻ പഠിപ്പിച്ച സ്ട്രാറ്റജികളൊക്കെ, അതിനകത്തൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ് ഡെയിലി ടൈം ഫ്രെയിം മാത്രം ഉപയോഗിക്കുക എന്നുള്ള കാര്യം. രണ്ടാമതായിട്ട് എന്താണ്? കൺസിഡർ ഓൺലി 3 to 6 month ഡ്യൂറേഷൻ. മീൻസ് ഈ പാറ്റേൺ ഉണ്ടാവുന്നത് നിങ്ങൾ ഒരുപാട് 1.5 വർഷം 2 വർഷത്തെ ആ ഒരു രീതിയിലുള്ള അത്രയും വലിയ ഒരു ടൈം ഫ്രെയിമിലേക്ക് നിങ്ങൾ പോകരുത്. ജസ്റ്റ് 3 to 6 monthനകത്ത് തന്നെ മാക്സിമം എത്ര കുറവുണ്ടോ അത്രയും നല്ലത്. അതാണ് നമ്മൾ നോക്കേണ്ടത്. 6 month ഞാൻ കുറച്ച് കൂടുതൽ തന്നെയാണ് പറയുന്നത്. ഒരു 5 to 6 month വരെ നമുക്ക് നോക്കാം. പക്ഷേ മാക്സിമം എത്ര കുറവുണ്ടോ അത്ര നല്ലതാണ്. സോ നമ്മൾ പഠിക്കാൻ പോകുന്ന പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്? പാറ്റേൺ W പാറ്റേൺ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതാണ് W പാറ്റേൺ എന്ന് പറയുന്നത്. ഇങ്ങനെ, റൈറ്റ്? ഇതാണ് നമ്മുടെ ഒരു പാറ്റേണിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ടാവുക. ഈ 5ാമത്തെ വിട്ടേക്കും കേട്ടോ, അത് അത്രേ പറ്റുള്ളൂ, 4. ഓക്കെ, സോ ഇതാണ് പാറ്റേൺ നമ്മുടെ, റൈറ്റ്? ഇതാണ് W ടൈപ്പ് പാറ്റേൺ എന്ന് പറയുന്നത്. ഈ പാറ്റേണിൽ ഈ ബോട്ടത്തിലൊരു ലൈൻ ഇവിടെ കൊടുക്കാം, ഇവിടെ ടോപ്പ് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു 6 മാസം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ മുതൽ ഇവിടം വരെ ഈ ഒരു റേഞ്ചിൽ ഈ ഒരു 6 മാസത്തിനകത്ത് തന്നെ ഈ പാറ്റേണൊക്കെ ഉണ്ടായി അതിനകത്ത് തന്നെ നമുക്ക് ടാർഗറ്റ് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഈ ഒരു W പാറ്റേണിൽ എങ്ങനെയാണ് ട്രേഡുകൾ വരിക? അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ രീതിയിലൊരു പാറ്റേൺ അവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങളുടെ ഒരു ഐസ് ഉണ്ടാവണം. ബിക്കോസ് ഇത് നമുക്ക് പൈസ എന്തായാലും തന്നിട്ടേ പോവുള്ളൂ. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ കംപ്ലീറ്റ് റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിക്കാൻ പോകുന്ന കമ്പനികളൊന്നും ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പഴയ പാറ്റേണാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ വന്ന് നോക്കിക്കോളുക. ഓക്കെ, എനിക്കിവിടെ എത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ. പിന്നെ മൂന്നാമത്തെ റൂൾ എന്താണ്? കണ്ടിന്യൂഷൻ ഓഫ് ദ ഫോൾ ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ നമുക്കൊന്ന് പാറ്റേണിലേക്ക് പോവാം. ഇത് കണ്ടില്ലേ, ഇവിടെ നിന്നൊരു ഫോൾ ഇങ്ങനെ തുടങ്ങി, ഇങ്ങനെ പിന്നെ ഇവിടെ വന്ന് അവസാനിച്ചു, പിന്നെ എഗെയിൻ മുകളിലേക്ക് പോയി, റൈറ്റ്? അത് കഴിഞ്ഞ് ഇങ്ങനെ താഴേക്ക് വന്നു, അല്ലേ? പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോയി, ഇങ്ങനെ താഴേക്ക് വന്നു. ഇതാണ് നമ്മൾ കാണുന്ന പാറ്റേൺ എന്ന് പറയുന്നത്, റൈറ്റ്? ഇതിനകത്ത് ഈ കണ്ടിന്യൂഷൻ ഓഫ് ദ ഫോൾ ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ രീതിയിലുള്ള W പാറ്റേൺസ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഒരു W പാറ്റേണിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ എത്ര ശതമാനമാണ്? ഇത് കണ്ടില്ലേ, ഒരു ദാറ്റ് ഈസ് 25%. ഓക്കെ, അപ്പോൾ 25%ൻ്റെ ഇതിപ്പോൾ നിങ്ങൾ നേരിട്ട് ഇതൊരു ഫോളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു സിംഗിൾ ഫോളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? ഇപ്പോൾ ഇവിടെ പ്രൈസ് ഇങ്ങനെ ഇവിടെ തുടങ്ങി താഴേക്ക് ഒരു ഫോൾ ഉണ്ടായി, പിന്നെയും മുകളിലേക്ക് പോയി, അല്ലേ? അപ്പോൾ നല്ലൊരു റിക്കവറിയാണിത് 25%. പിന്നെ താഴേക്ക് വന്നു. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വലിയ മാറ്റങ്ങളൊന്നുമില്ല, അല്ലേ? ഈ ഒരു ഭാഗം തൊട്ട് നിങ്ങൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ അത്ര വലിയ രീതിയിലുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് ഇല്ല പ്രൈസിൽ. അപ്പോൾ ദാറ്റ് ഈസ് എ ഗുഡ് ഫോൾ. അതാണ് കണ്ടിന്യൂഷൻ ഓഫ് ദ ഫോൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഫോൾ ഉണ്ടാവണം. ഒരുപാട് വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു കണ്ടിന്യൂഷൻ ഓഫ് ദ ഫോൾ ഉണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എന്ന് വെച്ചാൽ ഇതുപോലത്തെ വലിയ റിക്കവറികൾ പാടില്ല ആ ഒരു ഫോള്. സോ ബേസിക്കലി നമ്മളിത് ട്രേഡ് ചെയ്യുന്നത് ഒരു ഫോളിലാണ് നമ്മളിത് ട്രേഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു ഫോൾ ഉണ്ടാവണം. അതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. നാലാമത്തെ റൂൾ എന്താണ്? ബോട്ടം ഓഫ് ദ W ഷുഡ് ബി ഓൾമോസ്റ്റ് സെയിം ലെവൽ. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളോട് ഈ ഒരു 6 മാസം വരെയുള്ള കാലാവധിയിൽ നമുക്ക് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 6 മാസം എന്ന് ഉദ്ദേശിച്ചത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ ഈ ഫോൾ ഉണ്ടാവാൻ തുടങ്ങി ഒരു കണ്ടിന്യൂഷൻ ഓഫ് ദ ഫോളാണ് ഇത്. ആ ഫോൾ ഉണ്ടാവാൻ തുടങ്ങി ഈ ലാസ്റ്റ് പോയിന്റ് വരെ ഒരു 6 മാസത്തിനകത്ത് ഇതെല്ലാം തീർന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രേഡൊക്കെ വരും, അതിന് മുമ്പേ വരും. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 90, ഇതിപ്പോൾ ഈ ട്രേഡ് വന്നേക്കുന്നത് ഇവിടെയൊക്കെയാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയം ആകുമ്പോഴത്തേനും ഏകദേശം ഒരു 6 മാസത്തിനകത്തുണ്ടാവുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ ട്രേഡ് വന്നേക്കുന്നത് 160 ദിവസത്തിലാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ ദാറ്റ് ഈസ് ഓക്കെ, കംപ്ലീറ്റ്ലി ഫൈൻ. ഇതൊക്കെ ചെറിയ ചെറിയ റൂൾസാണ്, നിങ്ങളിത് മറന്നു പോകരുത്. അതാണ് ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കുന്നത്. സോ ബോട്ടം ഓഫ് ദ ഡബ്ല്യു ഷുഡ് ബി ഓൾമോസ്റ്റ് സെയിം ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് ഈ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം ലെവൽ, ഇത് കണ്ടില്ലേ, ഈ പ്രൈസ് മൂവ്മെൻറ്റ് നിങ്ങൾ നോക്കിക്കോളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇങ്ങനെ പ്രൈസ് ഇവിടെ തുടങ്ങി താഴേക്ക് വന്നു, ഇവിടെ അതിൻ്റെ സപ്പോർട്ട് ലെവലാണ്. അത് കഴിഞ്ഞ് പ്രൈസ് ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി, ഇവിടെ റെസിസ്റ്റൻസ് ആയി. റൈറ്റ്, വെരി സിമ്പിൾ. പ്രൈസ് പിന്നെ അവിടെ നിന്ന് താഴേക്ക് വന്ന് ഇവിടെ ഏകദേശം ഒരു ലെവലിൽ ഇതിൽ നിന്ന് സപ്പോർട്ട് എടുത്താൽ മതി. എക്സാക്ട്ലി അവിടെ നിന്ന് തന്നെ വന്ന് സപ്പോർട്ട് എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ വന്നിട്ട് മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ. റൈറ്റ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബോട്ടം ഓഫ് ദ ഡബ്ല്യു ഷുഡ് ബി ഓൾമോസ്റ്റ് സെയിം ലെവൽ. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ. റൂൾ നമ്പർ 5, ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ഫ്രം ദ റെസിസ്റ്റൻസ് ലെവൽ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുക? ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ഉണ്ടാവണം എന്ന് വെച്ചാൽ ഈ ഒരു പാറ്റേൺ ഇവിടെ തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ ഈ ഒരു രണ്ടാമത്തെ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് എന്ന് പറയുന്ന അവിടെ ഒരു മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ കൊണ്ട് ബ്രേക്ക് ഔട്ട് ഉണ്ടായി പ്രൈസ് മുകളിലേക്ക് പോകണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ അവിടെ മീറ്റായി. ഈ ക്യാൻഡിലിൽ ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ കൊണ്ട് പ്രൈസ് ഇവിടെ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി ക്ലോസ് ആയി. റൈറ്റ്, എൻട്രി നമ്മൾ എടുത്തിട്ടില്ല. വാട്ട് ഈസ് അവർ നെക്സ്റ്റ് റൂൾ? കൺഫർമേഷൻ ഓഫ് ദ ബ്രേക്ക് ഔട്ട് ഷുഡ് ബി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ എന്താണ് ബ്രേക്ക് ഔട്ട് കൺഫർമേഷൻ? ഏത് ഗ്രീൻ ക്യാൻഡിലാണോ നമ്മുടെ ഈ പ്രൈസിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുള്ളത്, ആ ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസിന് മുകളിൽ ക്ലോസ് ചെയ്ത നെക്സ്റ്റ് ക്യാൻഡിൽ ഏതാണോ അത് ആണ് നമ്മുടെ കൺഫർമേഷൻ. ഓക്കെ, അപ്പം അത് വേണമെങ്കിൽ ഗ്രീൻ ആവാം, അത് വേണമെങ്കിൽ റെഡ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. നമ്മുടെ ഈ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിന് മുകളിൽ ക്രോസ് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ ഉണ്ടാവണം. അത് വേണമെങ്കിൽ ഇൻട്രാഡേയിൽ പോയാലും ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ. ഇൻട്രാഡേയിൽ പോയി നമ്മുടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസിന് മുകളിൽ പോയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രാഡേയിൽ തന്നെ ഈ ക്യാൻഡിൽ ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വെരി ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി ക്യാൻഡിൽ. ഓക്കെ, ഇവിടെ നമ്മൾ എൻട്രി എടുക്കുന്നു. നമ്മൾ ടാർഗറ്റ് എന്താണ് ഇവിടെ? ടാർഗറ്റ് ഈസ് വെരി വെരി ക്ലിയർ. ഈ എവിടെയാണോ എൻട്രി എടുക്കുന്നത്, ഒന്നെങ്കിൽ ഇതിൽ 2 ടൈപ്പിലുള്ള ടാർഗറ്റ് ഉണ്ട്. ഇവിടുന്ന് നമ്മുടെ എവിടെ നിന്നാണോ ഇതിൻ്റെ ഫോൾ തുടങ്ങിയത്, ഓക്കെ, ആ ഫോൾ വരെ നമുക്കിതിനെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ടാർഗറ്റ് വരിക. അപ്പോൾ ഇത് എത്ര ശതമാനമാണ്? 5.96%. 27 ദിവസം കൊണ്ട് നമുക്കിവിടെ മേക്ക് ചെയ്യാൻ പറ്റി. ഇങ്ങനെ ഇതിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സിമ്പിൾ അല്ലേ? യെസ്, തീർച്ചയായിട്ടും ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഈ പാറ്റേണിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനിയും? നമ്മൾ ഏത് കമ്പനിയിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നമ്മൾ വെറും പെനി സ്റ്റോക്കിലൊക്കെ പോയി ഇത് ഉപയോഗിക്കാൻ നിൽക്കരുത്. അതേപോലെ തന്നെ ഇതിനകത്ത് സ്വിംഗ് ട്രേഡിങ്ങിൽ ഒരിക്കലും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. ഞാൻ അങ്ങനെ പഠിപ്പിക്കാറുമില്ല. ഞാൻ സ്വന്തമായിട്ട് ഉപയോഗിക്കാത്ത ഒരാളാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന സംഗതി. അതൊക്കെ വെറും മണ്ടത്തരങ്ങൾ, നമ്മളെ മേലെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന സംഗതികൾ മാത്രമാണ്. സ്വിംഗ് ട്രേഡിങ്ങിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന സംഗതി ഒന്നുമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ നല്ല കമ്പനികളെ കണ്ടുപിടിച്ചിട്ട് ആ കമ്പനികളുടെ ഫണ്ടമെൻ്റലിൽ നമ്മൾ നന്നായിട്ട് നോക്കി, ബിസിനസ്സിനെ കംപ്ലീറ്റ് നമ്മൾ മനസ്സിലാക്കി, ഒരുപാട് സമയം നമ്മൾ അതിനകത്ത് ചിലവഴിച്ചിട്ട് ഒരു കമ്പനിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയിട്ട് അതിൻ്റെ പ്രൈസിൽ എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ നമ്മൾ അത്രയും കാലം ചെയ്ത ആ ഒരു റിസർച്ചിനും ആ ഒരു കാര്യങ്ങൾക്കൊന്നും ഒരു വിലയില്ലാത്ത ഒരു അവസ്ഥയാണല്ലോ അപ്പോൾ ഉണ്ടാവുന്നത്. റൈറ്റ്, അതിനൊന്നും യാതൊരു വിലയില്ല. എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തു, എല്ലാ ഫണ്ടമെൻ്റൽസും നമ്മൾ നോക്കി, ബിസിനസ് നോക്കി, നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എന്നിട്ട് നമ്മൾ പിന്നെ പറയുകയാണ് ഈ പ്രൈസിന് ഈ ലെവലിന് താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങളപ്പോൾ വിറ്റ് മാറിക്കോണം. ഓക്കെ, അത് എത്ര വലിയൊരു ഫൂളിഷ്നെസ്സാണ് ബേസിക്കലി, അല്ലേ? അതൊക്കെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതാണ്. നമ്മളങ്ങനെ നമ്മുടെ മൈൻഡിനെ മാറ്റിയെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റിംഗ് എന്ന രീതിയിലാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കാണുന്നത് എങ്കിൽ F&O ഒന്നുമല്ല, ഞാനതൊന്നും ചെയ്യാറില്ല. അതൊന്നും നിങ്ങളാരും ചെയ്യാതിരിക്കുക സുഹൃത്തുക്കളെ. പൈസ പോകുന്നത് നിങ്ങൾക്ക് മിണ്ടാൻ പോലും പറ്റൂല ആരോടും. ഓക്കെ, ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്യരുത്. ഞാൻ പറഞ്ഞത്
നോർമലായിട്ട് നിങ്ങളൊരു സ്വിംഗ് ട്രേഡറാണ്, ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ട്രേഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ഒരു സ്റ്റോക്കിൻ്റെ പേര് നിങ്ങൾക്ക് പറയുന്നില്ല, പക്ഷേ നല്ല സ്റ്റോക്കുകളിൽ മാത്രം ഇത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്ലസ് ഇനി നമ്മൾ ഇതിനകത്ത് എപ്പോൾ എൻട്രി എടുക്കുമെന്ന സമയത്ത് തന്നെ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആ കാര്യം? കൺഫർമേഷൻ ഓഫ് ദ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്നതിൻ്റെ ഫൈനാൻഷ്യൽസും കൂടി ഒന്ന് ഓടിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ ചെക്ക് ദ ക്വാർട്ടർലി റിസൾട്ട് ഓഫ് ദ കമ്പനി. ആ സമയത്ത് നമ്മളൊന്ന് അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും കൂടെ നോക്കുക. ഇതിപ്പോൾ റിലയൻസ് ആണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ റിലയൻസിൻ്റെ ഈ ഒരു ഡേറ്റ് ഏതാണ്? ഇപ്പോൾ ഏകദേശം 25 മാർച്ച് 2022 ആണെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ റിലയൻസിൻ്റെ നിങ്ങൾ screener.com എന്ന വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ റിലയൻസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അവിടെ ആ കമ്പനിയെക്കുറിച്ചിട്ടുള്ള ഫൈനാൻഷ്യൽസ് എങ്ങനെയാണ് ഉള്ളത്, അതിൻ്റെ PE റേഷ്യോ എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്, നല്ല രീതിയിൽ വാല്യുവേഷനൊക്കെ കുറവാണോ ഈ കമ്പനിക്ക്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. പ്ലസ് ക്വാർട്ടർലി റിസൾട്ടൊക്കെ എങ്ങനെയാണ് കമ്പനി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ക്വാർട്ടർലി റിസൾട്ട് നോക്കുക. മാർച്ച് 2022 ആണെങ്കിൽ മാർച്ച് 2023, മാർച്ച് 2024, ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യണം. അല്ലാതെ അടുത്തടുത്തുള്ള നമ്പർ ഇങ്ങനെ നോക്കി പോകരുത്. അപ്പോൾ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 2,73,075 കോടി തുടങ്ങിയ ഒരു 2 ലക്ഷം കോടി രൂപേൻ്റെ സെയിൽസ്, 2,73,000 കോടി രൂപേൻ്റെ സെയിൽസ് ഇവിടെ ഉണ്ട്. അതവിടെ ഇമ്പ്രൂവ് ആയി, ഇവിടെ ഇമ്പ്രൂവ് ആയി, ഇവിടെയും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ ഇത് ആ ടൈപ്പിൽ ആ സമയത്തെ റിസൾട്ടല്ല ഞാൻ നോക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളാണ് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ നോക്കണം. നിങ്ങൾ എപ്പോഴാണോ ട്രേഡ് എടുക്കുന്നത്, ഏത് കമ്പനിയും ആയിക്കോട്ടെ, അവിടെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. സെയിൽസ് നന്നായിട്ട് കൂടുന്നുണ്ടോ? അപ്പോൾ നമ്മളങ്ങനെ കമ്പയർ ചെയ്ത് നോക്കി. ഓക്കെ, ദെൻ ഓപ്പറേഷൻ മാർജിൻ ഇവിടെ 15%, 18% കൂടിയിട്ടുണ്ട്. ഒക്കെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നല്ല കമ്പനിയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. നെറ്റ് പ്രോഫിറ്റ് കണ്ടില്ലേ, അവിടെ 18,000 ആണെങ്കിൽ ഇവിടെ 21,000 ആയി എന്നുള്ള കാര്യം നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആ കമ്പനിയിൽ കാണുന്നുണ്ടെങ്കിൽ എന്നാൽ മാത്രം അതിനകത്ത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കമ്പനിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി വെക്കുക. കാരണം ഇങ്ങനത്തെ പാറ്റേണൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്തായാലും അതിനൊരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ കമ്പനിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല കമ്പനിയാണോ, എന്താണ്, ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്നും വിട്ട് കളയരുത്. ഇതൊക്കെ വിട്ട് കളഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ട്രേഡ് എടുത്തിട്ട് നമുക്ക് കമൻറ്റിൽ വന്നിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ കമൻട്രി പോലെ പറഞ്ഞു പോകുന്നത്. അടുത്ത ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഇത്ര ചെറിയ പാറ്റേണൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് പടപടയെന്ന് പറഞ്ഞ് നമുക്ക് ടാർഗറ്റ് ബുക്കാവും. പ്രൈസ് ഇവിടെ നിന്ന് ഫോള് തുടങ്ങി, നമ്മളിതാ ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ താഴേക്ക് വന്നു. ഇവിടെ പ്രൈസ് ഇവിടെ സപ്പോർട്ട് ചെയ്തു, മുകളിലേക്ക് പോയി, രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് പ്രൈസ് റിജക്റ്റായി താഴേക്ക് വന്നു. റൈറ്റ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നോക്കൂ, അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ് അല്ലേ. ഇവിടെ നിന്നാണ് പ്രൈസ് താഴേക്ക് വന്നത്. ഈ പ്രൈസ് കണ്ടോ, ഇവിടുന്ന് ഈ ഇതിനേക്കാളും ഒന്നാമത്തെ പോയിന്റിനേക്കാളും കുറച്ചുകൂടെ മുകളിലാണ് മൂന്നാമത്തെ പോയിന്റ് ഉള്ളത്. വ്യക്തമായല്ലോ. അപ്പോൾ അതും ഓക്കെ തന്നെയാണ് ഇവിടെ. റൈറ്റ്, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്ത് ഡൗട്ടൊന്നും വേണ്ട. അപ്പം ദാറ്റ് ഈസ് ഓക്കെ. കുറച്ച് താഴെ വന്നിട്ട് വേണമെങ്കിലും പോട്ടെ, അല്ലെങ്കിൽ കുറച്ച് മുകളിൽ നിന്നും പോയിക്കോട്ടെ. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ. റൈറ്റ്, അപ്പോൾ ആ കാര്യം നമുക്ക് കൺഫർമേഷനായി. പ്രൈസ് ഇവിടെ റിജക്റ്റായി വന്ന് ഇവിടെ പിന്നെയും ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി ഇവിടെ ഇവിടെ വന്നിട്ട് പ്രൈസ് ഇവിടെ ബ്രേക്ക് ഔട്ടായി. സോ ദിസ് ഇസ് ദ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ മുകളിൽ ക്ലോസിങ് നമുക്ക് വേണം. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഇൻട്രാഡേയിൽ ഈ പ്രൈസിന് മുകളിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ എൻട്രി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാം കേട്ടോ. ഞാൻ ഒരു റെക്കമെൻഡേഷൻ തരുന്നില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ട്രേഡ് ചെയ്യാറ്. ഇതൊരു വൺ ഓഫ് ദ സ്ട്രാറ്റജി മാത്രമാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയുകയാണ്, യു ക്യാൻ ഡയറക്ട്ലി കം ടു മൈ വെബ്സൈറ്റ് ആൻഡ് വിസിറ്റ് ദ വെബ്സൈറ്റ് ആൻഡ് ഓരോ കാര്യങ്ങളും നമ്മുടെ സ്റ്റുഡൻസൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അവിടെ വായിച്ചു നോക്കുക. ഓക്കെ, ഇഷ്ടംപോലെ റിവ്യൂസ് അവിടെ ഉണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു 15% ഓഫും കൂടെ ആ ഒരു കോഴ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു 1 വീക്കിലേക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ ഇത് മുഴുവനായിട്ട് ഞാൻ അൻവർ എൻറോൾഡ്
മെസ്സേജ് വന്നിട്ടുണ്ട്. മൈ സ്റ്റോക്ക് മാർക്കറ്റ് ഏർണിങ്സ് മുതൽ മൈൻഡ് സെറ്റ്, ദ കംപ്ലീറ്റ് ട്രേഡിംഗ് മൈൻഡ് സെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മൈൻഡ് സെറ്റിനെ കുറിച്ച് മാത്രം എനിക്ക് വന്നിരിക്കുന്ന ഒരു റിവ്യൂ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ. അത് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ട് വരുന്ന റെസ്പോൺസാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, അത് നിങ്ങൾ കണ്ടു നോക്കും. അപ്പോൾ ഈ ട്രേഡിംഗ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്, റൈറ്റ്? അപ്പോൾ അത് വെറുതെ ഒരു മൈൻഡ് സെറ്റ് വീഡിയോ അല്ല, അത് ഞാൻ വളരെ ക്യൂറേറ്റഡ് ആയിട്ട് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, റൈറ്റ്? അതേപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ബിസിനസ്സിനെ അനലൈസ് ചെയ്യണം, റെഡിമെയ്ഡ് കമ്പനി ലിസ്റ്റ് അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ ഹൗ ടു അനലൈസ് ദ ബിസിനസ് തുടങ്ങിയിട്ട് ഓട്ടോമേറ്റഡ് ബിസിനസ് സെലക്ഷൻ സ്ട്രാറ്റജി മുതൽ എല്ലാ കാര്യങ്ങളും അവിടെ 1 by 1 ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഫണ്ടമെൻ്റൽ അനലൈസിസ് എങ്ങനെ ചെയ്യണം, അത് 3-4 hours ഒരു സെഷനാണിത്. അത് കൃത്യമായിട്ട് നമ്മൾ ബേസിക്സ് മുതൽ കവർ ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. ബെസ്റ്റ് ആയിട്ടുള്ള എൻ്റെ സ്ട്രാറ്റജീസ് അതിനെക്കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് 1 മുതൽ ഏകദേശം 8 സ്ട്രാറ്റജി അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനവിടെ പ്ലസ് മാർക്ക് കൊടുത്തിരിക്കുന്നത് ഇനിയും കൂടുതൽ സ്ട്രാറ്റജി അതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ടാവും. ഇതൊരു ലൈഫ് ടൈം വാലിഡിറ്റി റെക്കോർഡഡ് കോഴ്സാണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. കം ആൻഡ് ചെക്ക് ഔട്ട്. ഇവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ താഴെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റുഡൻസിൻ്റെ റിവ്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. റീഡ് ഓൾ ദോസ് റിവ്യൂസ് ആൻഡ് ഇഫ് യു ആർ കൺവിൻസ്ഡ്, ഇഫ് യു ആർ കീൻ ടു ലേൺ അബൌട്ട് ദ സ്റ്റോക്ക് മാർക്കറ്റ്, യു ക്യാൻ ബി മൈ ഗസ്റ്റ്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഗ്രീൻ ക്യാൻഡിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ നമ്മളിവിടെ എൻട്രി എടുക്കുന്നു. ഇവിടെ നമ്മൾ ഇൻട്രാഡേയിൽ പ്രൈസ് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയപ്പോൾ തന്നെ നമ്മൾ എൻട്രി എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടാർഗറ്റ് ഇത് എവിടെ നിന്നാണോ ഈ ഫോൾ തുടങ്ങിയത് അവിടം വരെ നമ്മുടെ ടാർഗറ്റ് ഉണ്ട്. ഇവിടെ ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ 7% ടാർഗറ്റ് നമുക്കവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റി. ഓക്കെ, ദാറ്റ് ഈസ് അനദർ എക്സാമ്പിൾ. ഇനി ഇതിനകത്ത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ല, ഒരെണ്ണം കൂടി ഉണ്ട്. കണ്ടോ, ഇങ്ങനെയും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം പഴയ പാറ്റേൺസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ പോയിട്ട്. ഇവിടെ ഒരു സപ്പോർട്ട് ലെവലിലെത്തി, റെസിസ്റ്റൻസ് ലെവലിലെത്തി. ഇവിടെ നമ്മുടെ കണ്ടില്ലേ, ഇവിടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തു. പ്രൈസ് ഇവിടെ നിന്ന് തുടങ്ങി 1ാമത്തെ പോയിന്റിലെത്തി, അഗെയിൻ മുകളിലേക്ക് പോയി 2ാമത്തെ പോയിന്റിലേക്ക്. അത് കഴിഞ്ഞ് പ്രൈസ് താഴെ എത്തി, കുറച്ച് മുകളിൽ നിന്ന് തന്നെ പ്രൈസ് ഇവിടുന്ന് മുകളിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. ഇവിടെ നമ്മുടെ ഈ ലൈൻ മാർക്ക് ചെയ്ത് വെച്ചിടന്ന് പ്രൈസ് ഇവിടെ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലാണ്, ഇത്രയും വലിയ ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇത്രയും വലിയ ക്യാൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ വലിയ ഗെയിനൊന്നും ഉണ്ടാവില്ല. എന്നാലും എത്ര കിട്ടിയെന്ന് നോക്കാം. ഇതാണ് ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൺഫർമേഷൻ ക്യാൻഡിൽ ഇവിടെയാണ് വന്നിരിക്കുന്നത്. അത് ഇൻട്രാഡേയിലൊക്കെ പ്രൈസ് ഇതിന് മുകളിലേക്ക് മൊമെൻറ്റത്തിൽ നമ്മുടെ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടാർഗറ്റ് ഇവിടം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. ആ ടാർഗറ്റ് നമുക്ക് കിട്ടിയത് എത്രയാണ്? 5.9% നമുക്കവിടെ കിട്ടി. 5.9% കിട്ടി. അത് ഈ ക്യാൻഡിലിൻ്റെ വിഗ് വരെ നോക്കിക്കഴിഞ്ഞാൽ, ഇനി അതല്ല താഴെ വരെ നോക്കിയാൽ തന്നെ 4.68% വരെ നമുക്കൊരു ഗെയിൻ നമുക്കവിടെ ഉണ്ടാക്കാൻ പറ്റി. ദാറ്റ്സ് എ വെരി ഗുഡ് ഗെയിൻ അല്ലേ? ഇത്രയും ചെറിയ സമയം കൊണ്ട് നമുക്കിവിടെ ഇത്രയും നല്ല ഗെയിൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വെരി ഗുഡ് തിങ്, യുനോ. അങ്ങനെ നമുക്കിത് നോക്കി പോകുന്നതാണ്. ഇഷ്ടം പോലെ നമുക്കിവിടെ എക്സാമ്പിൾസ് കാണാൻ വേണ്ടി പറ്റും. ഇതിനകത്തൊരു ഫെയിലായ പാറ്റേൺ ഏതെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം. താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എല്ലാവരുടെ കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട്. അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇവിടെ തുടങ്ങി, ഓക്കെ, പ്രൈസ് ഇവിടെ താഴെ എത്തി, മുകളിലേക്ക് പോയി, അഗെയിൻ പ്രൈസ് താഴെ എത്തി, റൈറ്റ്? ഇവിടുന്ന് പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് എവിടെ വരിക? ഇവിടെ വരും. ഞാൻ കൂടുതൽ അങ്ങനെ ഇനിയിപ്പോൾ വിശദീകരിച്ച് പറയുന്നില്ല. ഓക്കെ, അതാണ് നമ്മുടെ ടാർഗറ്റ് വരിക. നമ്മുടെ എൻട്രി എവിടെയാണ് വരിക? ഇവിടെ വരും. 2ാമത്തെ പോയിന്റിൽ നമ്മുടെ എൻട്രി വരും അല്ലേ? 2ാമത്തെ പോയിന്റിൽ എൻട്രി വരത്തില്ല. പ്രൈസ് ഇങ്ങനെ എത്തി, ഇവിടെ നിന്നാണ് പ്രൈസ് താഴേക്ക് റിജക്റ്റായി വരുന്നത്. പിന്നെയും ഇവിടെ നിന്ന് പ്രൈസ് മുകളിലേക്ക് പോയി, ഇവിടെയാണ് നമ്മുടെ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞതാ പിന്നെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൺഫർമേഷൻ കിട്ടി. റെഡ് ക്യാൻഡിലാണ്. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. നമുക്ക് കൺഫർമേഷൻ കിട്ടി. നമ്മൾ എവിടം വരെ ഹോൾഡ് ചെയ്തു? ഇവിടം വരെ ഹോൾഡ് ചെയ്തു. 23% നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റി 40 ദിവസം കൊണ്ട്. ദാറ്റ്സ് ഹൗ ദിസ് സ്ട്രാറ്റജി വർക്ക്സ്. ഓക്കെ, പക്ഷേ പ്രൊവൈഡഡ് നിങ്ങൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ ഫൈനാൻഷ്യൽസൊക്കെ കൃത്യമായിട്ട് നോക്കുക. എന്നിട്ട് മാത്രം നിങ്ങളിത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
സോ ഈ പാറ്റേൺ എങ്ങനെയാണ് ഫെയിൽ ആകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റീസൺ ഉണ്ട്. ഇവിടെ തുടങ്ങിയ ഒരു പ്രൈസ് ഇവിടെ താഴെ വന്നു. ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ പോയിന്റിലേക്ക് എത്തി. മൂന്നാമത്തെ പോയിന്റ് ഇവിടെയും കിട്ടി നമുക്ക്. എക്സാക്ട്ലി അവിടെ തന്നെ പ്രൈസ് സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് പോയി. പക്ഷേ ഇവിടെ ബ്രേക്ക് ഔട്ട് ആയോ? ഇവിടെ ബ്രേക്ക് ഔട്ട് ആവണം അല്ലേ? ഇവിടെ ഇതുവരെ ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ ഇല്ല. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് കുടുങ്ങിപ്പോകും. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഔട്ടായി കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടുന്നവരെ നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ഔട്ട് ആയില്ല അല്ലേ? ഇവിടെ 2 പോയിന്റ് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റെഡ് ക്യാൻഡിലാണ് ബ്രേക്ക് ഔട്ട് ആയത്. അപ്പോൾ അത് വാലിഡ് അല്ല. എങ്ങനെയായാലും ഇത് ഫെയിൽ ആവും എന്നുള്ള കാര്യം നമുക്കറിയാം. അതല്ല, ഇനിയിപ്പോൾ ഇത് ഗ്രീൻ ആണെങ്കിൽ കൂടി അടുത്ത ക്യാൻഡിൽ അവിടെ ഉണ്ടാവണം. അത് അതിൻ്റെ ഏകദേശം ഇൻട്രാഡേയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ദിവസത്തെ ഒന്നെങ്കിൽ എൻഡിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക, നെക്സ്റ്റ് ഡേ എൻഡിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻട്രാഡേയിൽ അത് ക്ലോസ് ചെയ്ത് മുകളിലേക്ക് പോയി മൊമെൻറ്റം നോക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. റൈറ്റ്, അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ കുടുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫെയിൽ ആവുക. അപ്പോൾ അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ബീയിങ് വിത്ത് ദിസ് ചാനൽ. Love you all. Bye.